ഹരേ കൃഷ്ണ. ഇനി നമ്മൾ 83-ാമത്തെ ശ്ലോകമാണ്. തദ്ഗ്രാമേ യേ സ്ഥിതാ ജീവാ ആശ്വചാണ്ഡാളജാതയഃ വിമാനേ സ്ഥാപിതാസ്തേപി ഗോകർണകൃപയാ തദാ. നമ്മൾ പറഞ്ഞു, ഭഗവാന് ആരോടും ഭേദഭാവമൊന്നുമില്ല അല്ലേ. ഇനി ഇവിടെ നമ്മളിപ്പോൾ ഇത് അവിടെ കേട്ടുകൊണ്ടിരുന്നവർക്കൊക്കെ ഭഗവാൻ തൻ്റെ രൂപം തന്നെ കൊടുത്തു അനുഗ്രഹിച്ചു. അവരെയുമൊക്കെ തൻ്റെ ആ ഒരു സാരൂപ്യ ഭാവത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഇനിയും പറയുകയാണ്, കഴിഞ്ഞില്ല. അങ്ങനെയൊരു മഹത് കർമ്മം നടന്ന ഈ ഒരു സപ്താഹം നടന്ന ആ ഒരു ഗ്രാമത്തിലുള്ളവരെ തന്നെ ഭഗവാൻ എങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്ന് പറയാണ്. തദ്ഗ്രാമേ യേ സ്ഥിതാ ജീവ. തദ്ഗ്രാമേ, ആ ഗ്രാമത്തിലുണ്ടായിരുന്ന സ്ഥിതാ ജീവ, അവിടെ ജീവിച്ചിരുന്ന വസിച്ചിരുന്ന പറയാണ് ആശ്വചാണ്ഡാളജാതയഃ, ഏതേതെല്ലാം ജാതിയിലുള്ളവരായിരുന്നാലും, ഏതൊക്കെ ജാതിയിൽപ്പെട്ട ജീവന്മാർ അവിടെ വസിച്ചിരുന്നുവോ. ഇവിടെ ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ഒരു ഹീനജാതിയെന്നോ അല്ലെങ്കിൽ ഉന്നത ജാതിയിലുള്ളവർ, അങ്ങനെയല്ല. സർവ ജീവജാലങ്ങളെയും എല്ലാം ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. അത് ചണ്ടാളനായാലും ഉന്നത ജാതിയിലുള്ളവരായാലും ഇനിയല്ല മറ്റ് ചരാചരങ്ങളിൽ പെടുന്നവരായാലും എല്ലാവരും ഭഗവാന്റെ സൃഷ്ടികൾ തന്നെയാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു മഹത്തായ കർമ്മം നടന്ന ആ ഗ്രാമത്തിൽ ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച സർവചരാചരങ്ങളെയും സർവജീവികളെയും, അത് പുഴുവാണോ കൃമിയാണോ അല്ല വലിയ ഒരു ആനയാണോ, ഇതൊന്നും ഭേദമില്ല. ഭഗവാൻ അവരെ എല്ലാം അനുഗ്രഹിച്ചു. എങ്ങനെ? വിമാനേ സ്ഥാപിതാസ്തേപി, വിമാനത്തിൽ സ്ഥാപിതാസ്തേപി, സ്ഥാപിത തേ അപി, ഇങ്ങനെ 3 വാക്കുകൾ വരുന്നുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിമാനത്തിൽ അവരെ എല്ലാവരെയും കയറ്റി. ഇപ്പോൾ നോക്കൂ, അവർക്കൊക്കെ തങ്ങളുടെ രൂപം അവിടെ കേൾക്കാൻ വന്നവർക്കൊക്കെ കൊടുത്തു. ഈ കേൾക്കാൻ വന്നവരെന്ന് പറയുമ്പോൾ അതിൽ ഈ ഗ്രാമത്തിലുള്ള സർവ്വചരാചരങ്ങളുമുണ്ട്. കാരണം അവരുമൊക്കെ ആ ഒരു 7 ദിവസം കൊണ്ട് ഭഗവാനെ അവിടുത്തെ കഥകളാണ്, അവിടുത്തെ ലീലകളാണ് അവരുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന. അങ്ങനെയുള്ള ആ ഗ്രാമത്തിൽ വസിച്ച സർവ്വജീവികൾക്കും, ഏത് ജാതിയായിരുന്നാലും, മനുഷ്യജാതിയായിരുന്നാലും മൃഗമായിരുന്നാലും ഇല്ല പക്ഷികളായിരുന്നാലും ഏതൊരു ജാതി ആയിക്കോട്ടെ, അവരെ എല്ലാം ഭഗവാനെ അവിടുന്ന് ആ വിമാനത്തിൽ കയറ്റിയിട്ട്, എന്തുകൊണ്ടാണ് അവരെ കയറ്റിക്കൊണ്ടുപോയത്? ഗോകർണ കൃപയാ തഥാ, ആ ഗോകർണൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം. ഗോകർണൻ എന്താ ഇവിടെ അവരോട് കൃപ ചൊരിഞ്ഞത്? ആ ഭഗവാന്റെ കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് 7 ദിവസം കൊണ്ട്. ഇടതടവില്ലാതെ ഭക്ഷണവും പാനീയവും പോലും, ജലപാനം പോലും വേണമെന്നില്ലാതെ അത്രമാത്രം ആ ഭഗവത് കഥയിൽ മുഴുകിയിരുന്ന ഭഗവാന്റെ കഥകൾ ഒരു ഗ്രാമത്തെ മുഴുവൻ ഈ 7 ദിവസം കൊണ്ട് കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആ ഗോകർണൻ്റെ കൃപ കൊണ്ട് ഭഗവാനെ അവിടുന്ന് ആ ഗ്രാമത്തിൽ വസിച്ചിരുന്ന എല്ലാവരെയും ഭഗവാൻ ആ വിമാനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. വിമാനത്തിൽ കയറ്റി എങ്ങോട്ടേക്കാണ്? ഭഗവാൻ തൻ്റെ ലോകത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. നോക്കൂ, ആ ഗ്രാമത്തിൽ വസിച്ച ഒരു പുൽക്കൊടിക്ക് പോലും ആ ഭാഗ്യം സിദ്ധിച്ചുവെങ്കിൽ ഭഗവാനെ അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കഥകൾ കേൾക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഓരോ ജീവനും ഭഗവാന്റെ കൃപ, ഭഗവാന്റെ ഈ ഒരു കാരുണ്യം എപ്പോഴും ഉണ്ടാവും. ഒടുവിൽ ഭഗവാൻ അവിടെ തന്നെ കൊണ്ടെത്തിക്കും. കാരണം ഭഗവാന്റെ കൃപയൊന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കഥകളൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവരെ തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചുവല്ലോ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദ്ഗ്രാമേ യേ സ്ഥിതാ ജീവ ആശ്വചാണ്ഡാളജാതയഃ വിമാനേ സ്ഥാപിതാസ്തേപി ഗോകർണകൃപയാ തഥാ. ഇവിടെ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആശ്വചാണ്ഡാളജാതയഃ, അത് ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക.
ഇവിടെയും നോക്കൂ, ഒരു ഗ്രാമത്തിൽ ഒരാൾ മതി ഭഗവാനിങ്കിലേക്ക് ആ ദൃഢഭക്തിയുള്ള ആ ഒരാളുണ്ടായിരുന്നാൽ പോലും ആ ഗ്രാമത്തിനെ ഒന്നാകെ ഭഗവാനെ അവിടുത്തെ വിചാരത്തിലേക്ക്, അവിടുത്തെ കൃപയിലേക്ക്, അവിടുത്തെ കാരുണ്യത്തിന് പാത്രീഭവിക്കുന്ന വിധത്തിലേക്ക് ഒരു ഗ്രാമത്തെ ഒന്നാകെ ഉയർത്തുവാൻ ആ ഒരേ ഒരാളിന് കഴിയും. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഭഗവാനെ ഒരാളെങ്കിലും യഥാർത്ഥ വിഷ്ണു ഭക്തനായിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമത്തിന് കിട്ടുന്ന ഒരു സുഹൃതമാണത്. ഇവിടെ ഗോകർണൻ എന്ന ആ ഒരേ ഒരു ആളിലൂടെയാണ് എത്രയോ പേർക്കാണിപ്പോൾ ഭഗവാനെ അവിടുന്നിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞത്. ഇനി നമുക്ക് 84-ാമത്തെ ശ്ലോകം നോക്കാം. പ്രേഷിതാ ഹരിലോകേത്തെ യത്ര ഗച്ഛന്തി യോഗിനഃ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം കഥാശ്രവണതഃ പ്രീതോ നിര്യയൗ ഭക്തവത്സലഃ. പ്രേഷിതാ ഹരിലോകേത്തെ യത്ര ഗച്ഛന്തി യോഗിനഃ. പ്രേഷിതാ ഹരിലോകേ, ഹരിലോകം ഭഗവാന്റെ ആ ശ്രീഹരി ഭഗവാന്റെ ആ ലോകത്തിലേക്ക്, ആ വൈകുണ്ഠലോകം, ആ വൈകുണ്ഠലോകത്തിലേക്ക് പ്രേഷിത അവരെ കൊണ്ട് എത്തിച്ചു. അങ്ങനെ അതെങ്ങനെയുള്ള ഹരിലോകമാണ്, വൈകുണ്ഠമാണത്. തേ യത്ര ഗച്ഛന്തി യോഗിനഃ, യോഗികളൊക്കെ, മഹായോഗികൾ തങ്ങളുടെ യോഗബലം കൊണ്ട് ഏതൊരു വൈകുണ്ഠലോകത്തിലാണോ എത്തിച്ചേരുന്നത് ആ വൈകുണ്ഠലോകത്തിലേക്ക് ഭഗവാൻ ഈ ഗ്രാമവാസികളെയൊക്കെ, ഈ ഗ്രാമത്തിലുണ്ടായിരുന്നവരെയൊക്കെ എത്തിച്ചുവല്ലോ. ഗോകർണേന സ ഗോപാലോ, ഗോകർണനോട് കൂടി ഭഗവാൻ അവരെയൊക്കെ അപ്പോൾ ഈ വൈകുണ്ഠലോകത്തിൽ എത്തിച്ചിട്ട് ഭഗവാൻ എന്താ ചെയ്ത്? ഗോകർണേന സ ഗോപാലോ, ആ ഗോകർണനോട് കൂടി, ആ ഗോപാലനായിട്ടുള്ള ഭഗവാൻ ഗോലോകം ഗോപവല്ലഭം, ഗോലോകം ആ ഗോലോകത്തെ ഭഗവാൻ പോയി ഗോപവല്ലഭം, ആ ഗോപന്മാരുടെയും ഗോപികളുടെയും ഒക്കെ വല്ലഭനായിട്ടുള്ള, പതിയായിട്ടുള്ള, നാഥനായിട്ടുള്ള ഭഗവാനാകട്ടെ ഈ ബാക്കി ആ നഗരവാസികളല്ല ഗ്രാമവാസികളെയൊക്കെ ഭഗവാന്റെ വൈകുണ്ഠലോകത്തിൽ എത്തിച്ചിട്ട് ഗോകർണനോട് കൂടിയിട്ടാണ് ഗോലോകത്തിലേക്ക് ഭഗവാൻ പുറപ്പെടുന്നത്. അവിടെ എടുത്തു പറഞ്ഞു, അത് ഗോപവല്ലഭനായിട്ടുള്ള, ആ ഗോപന്മാരുടെയും ഗോപികളുടെയും ഒക്കെ വല്ലഭനായിട്ടുള്ള ഭഗവാൻ അവരുടെ ലോകത്തിലേക്ക്, ഗോലോകത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ഗോകർണനെയും കൂട്ടിക്കൊണ്ടുപോയി. കഥാശ്രവണത പ്രീതോ നിത്യയൗ ഭക്തവത്സല, കഥാശ്രവണത പ്രീതോ, കഥാശ്രവണം ഉണ്ടായവരിൽ, ഭഗവാന്റെ കഥകൾ അത്ര നേരവും കേട്ടവരിൽ പ്രീതനായ നിത്യയൗ ഭക്തവത്സല, ആ ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ, അങ്ങനെ അവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകളൊക്കെ കേട്ടവരിൽ അത്യന്തം സന്തുഷ്ടനായിട്ട് അവരെയൊക്കെ ഭഗവാൻ സാലോക്യമുക്തി തന്നെ നൽകി അനുഗ്രഹിച്ചുവല്ലോ. ഭഗവാൻ നേരെ അവരെ കൊണ്ടുപോയിട്ട് ആ വൈകുണ്ഠത്തിലേക്ക് ഭഗവാൻ തന്നെ നേരിട്ട് കൊണ്ടുപോയി എത്തിച്ചുവല്ലോ. അത് ഭഗവാനെ അവിടുന്ന് ഭക്തവത്സലനാണ്. ആ കഥകൾ കേൾക്കണമെങ്കിൽ, കാതുകളിൽ അത് പതിക്കണമെങ്കിൽ പോലും ഭഗവാനെ അവിടുത്തെ ഒരു കൃപയുണ്ടാകണം. അങ്ങനെയുള്ള ഭക്തന്മാരിൽ ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട്, അവിടുത്തെ ലീലകൾ, അവിടുത്തെ കഥകൾ കേൾക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ആ ഗ്രാമത്തിലെ ഓരോ സൃഷ്ടിയെയും, ഓരോ ജീവിയെയും ഭഗവാനെ അവിടുന്ന് സാലോക്യമുക്തി കൊടുത്തുവല്ലോ, അവിടുന്ന് വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചുവല്ലോ. അതിനുശേഷം അവിടുന്ന് ആ ഗോകർണനെയും കൂട്ടിക്കൊണ്ട് തന്നെ കാത്തിരിക്കുന്ന ആ ഗോപികളുടെ ലോകത്തിലേക്ക്, ആ സുഹൃതികളുടെ ലോകത്തിലേക്ക്, ആ ഗോലോകത്തിലേക്ക് ഭഗവാൻ പുറപ്പെട്ടുവല്ലോ. ഇനി നമുക്ക് അവിടെ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
പ്രേഷിതാ ഹരിലോകേ തേ യത്ര ഗച്ഛന്തി യോഗിനഃ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം കഥാശ്രവണതഃ പ്രീതോ നിര്യയൗ ഭക്തവത്സലഃ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യോഗിനഃ, ഭക്തവത്സലഃ, കഥാശ്രവണത. മൂന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് 85-ാമത്തെ ശ്ലോകമാണ്. അയോധ്യാവാസിനഃ പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗി ദുർലഭം. ഇവിടെ അയോധ്യാവാസിനഃ പൂർവം, ആ അയോധ്യാവാസികളായിട്ടുള്ളവരെ പൂർവം മുൻപ്, അതായത് മുൻപ് ശ്രീരാമചന്ദ്രാവതാരത്തിൽ ഭഗവാൻ എപ്രകാരമാണോ അയോധ്യാവാസികളെ യഥാ രാമേണ സംഗത, എപ്രകാരമാണോ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സംഘം കൊണ്ട്, ഭഗവാന്റെ ആ ഒരു കൃപ കൊണ്ട് എപ്രകാരമാണോ ആ അയോധ്യാവാസികളെ ഭഗവാൻ വൈകുണ്ഠത്തിൽ എത്തിച്ചത്. നമുക്കറിയാം, ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒടുവിൽ സ്വധാമത്തിലേക്ക് മടങ്ങുമ്പോൾ, ആ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം അയോധ്യാവാസികൾ ഭഗവാനോടൊപ്പം പുറപ്പെടുകയുണ്ടായി. അങ്ങനെ ഭഗവാന്റെ സംഘം കൊണ്ട് ഭഗവാനോടൊപ്പം ഒരു കാലത്ത് ജീവിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച അയോധ്യാവാസികൾ, ഭഗവാന്റെ ഭക്തരായിട്ടുള്ള അയോധ്യാവാസികളെ ഭഗവാൻ എപ്രകാരമാണോ തന്നോടൊപ്പം ആ വൈകുണ്ഠ ലോകത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്, ഇവിടെയും അതുപോലെ പറയുകയാണ്. അവിടെ ആ ഗ്രാമത്തിലുണ്ടായിരുന്നവരെ ഭഗവാൻ, ആ ഭഗവത് കഥകൾ കേൾക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരെ ഭഗവാൻ നേരെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അവിടെ പറയാണ്, തഥാ കൃഷ്ണേന തേ നീത ഗോലോകം യോഗി ദുർലഭം. അവിടെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞിട്ടോ, തഥാ കൃഷ്ണേന തേ നീത, ആ ഭഗവാൻ ഗോകർണനെ പക്ഷേ അവിടെ നിർത്തിയില്ല. ഗോകർണനെ എന്താ ചെയ്തത്? തേ നീത, കൊണ്ടുപോയി. എങ്ങോട്ടേക്ക്? ഗോലോകം യോഗി ദുർലഭം, ഗോലോകത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ മഹായോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള, പ്രാപിക്കുവാൻ അതീവ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ആ ഗോലോകത്തിലേക്ക് ഭഗവാൻ നേരിട്ട് ഗോകർണനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. നോക്കൂ, എന്തൊരു കാരുണ്യമാണ് ആ ഗോകർണനോട് ഭഗവാൻ കാണിച്ചത്. ഈ കഥകൾ കേട്ടവരെയും ആ കഥകളുടെ മർമ്മരം കാറ്റിലൂടെ കാതുകളിലേക്ക് ഒഴുകിയെത്തിയ ഗ്രാമവാസികളായിട്ടുള്ള സർവ്വജീവികളെയും ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ സാക്ഷാൽ മഹായോഗികൾക്ക് പോലും ദുർലഭമായിട്ടുള്ള ഗോലോകത്തിലേക്ക് ഭഗവാൻ ആ ഗോകർണനെയും കൂടി കൂട്ടിക്കൊണ്ടുപോയിയല്ലോ. അയോധ്യാവാസികളെയൊക്കെ ആ ശ്രീരാമചന്ദ്ര ഭഗവാൻ എപ്രകാരമാണോ തന്നോടൊപ്പം കൂട്ടിയത്, അവിടെയും നമുക്ക് കാണാം ശ്രീരാമചന്ദ്ര ഭഗവാൻ അവരെ ഉപേക്ഷിച്ചില്ല, തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. മറിച്ച് കാനനവാസത്തിന് പോകുമ്പോൾ അവരെയൊക്കെ പിന്തള്ളിയിട്ടാണ്, അഥവാ അവരെ ഒന്നും കൂടെ കൂട്ടാതെ അവരെയൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട്, അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയത് ഇവിടെ നമുക്ക് ശ്രീരാമചന്ദ്ര ഭഗവാനാണെന്ന് തോന്നാം. അവരിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോയില്ലേ? പക്ഷേ ഒറ്റപ്പെട്ടു പോയത് വലിയൊരു നാടും നഗരവും ജനങ്ങളുമായിരുന്നു, അയോധ്യാവാസികളായിരുന്നു. തങ്ങളുടെ പ്രാണനാണ് ആ പോയത്. അവിടെ തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു അയോധ്യയിലുള്ളവർ. ഇവിടെ അങ്ങനെയുള്ള അയോധ്യാവാസികളെ പക്ഷെ ഭഗവാൻ എപ്പോഴാണോ തിരികെ തൻ്റെ ധർമ്മങ്ങളും കർമ്മങ്ങളും എല്ലാം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ ഒരു മടക്കയാത്രയുണ്ടായത്, അപ്പോൾ അവരെയൊക്കെ കൂടെ കൂട്ടാൻ മറന്നില്ല. കാരണം അവർക്ക് താനേ ഉള്ളൂവെന്ന് ഭഗവാനും നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് വൈകുണ്ഠത്തിലേക്ക് പോയത്. ഇവിടെ അപ്രകാരം തന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം അന്ന് ജീവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കഥകളിലൂടെ തന്നെ ഭഗവാനോടൊപ്പം ജീവിച്ച ആ 7 ദിവസങ്ങൾ ആ ശ്രോതാക്കൾക്ക്
വേണ്ടുവോളമായിരുന്നു ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരുവാൻ. ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവരെയൊക്കെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചു. ആ കഥകൾ പറയുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഗോകർണനെ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഗോലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, കഥകൾ കേട്ടാൽ പോലും ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറുന്നു. ഭഗവാൻ അങ്ങനെയുള്ള ഭക്തരെയും ഉപേക്ഷിക്കുന്നില്ല. ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയ സൽചരിത്രം, സല്ലീലയാണ്. ഭഗവാന്റെ ഒരു ലീലയും മോശമായിട്ടുള്ളതല്ല. എന്നാലും ഇങ്ങനെ ഒരു മഹാഭാഗ്യം ആ കഥകൾ കേട്ടവർക്ക് പോലും കൊടുത്ത ഭഗവാനെ, അവിടുത്തെ ലീല, അതിനെ ഒന്നുകൂടി അതിൻ്റെ ആ ഒരു മഹത്വം ഉറപ്പിക്കുവാൻ വേണ്ടി ഈ ഉളവൾ പറഞ്ഞു പോയതാണ് സല്ലീല. അങ്ങനെ ഒരു ലീല ഭഗവാൻ ആടിയില്ലേ? അതും ഭഗവാന്റെ ഒരു കൃപ. നോക്കൂ, ആ ഗ്രാമവാസികൾക്ക് ഗോകർണൻ്റെ കൃപ കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കുവാനുള്ള ഒരു അസുലഭ നിമിഷം ആഗതമായപ്പോൾ ഭഗവാൻ പിന്നെ ഒട്ടും വൈകിച്ചില്ല. ആ 7 ദിവസം ഒന്ന് കാത്തിരുന്നു. എന്നിട്ട് വന്ന് ആ കഥകൾ കേട്ട തൻ്റെ പ്രിയ ഭക്തരെയെ ഭഗവാൻ തന്നെ വന്നങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ജന്മമുക്തി അങ്ങോട്ട് കൊടുത്തു. ഇനിയും വേണ്ട, ഇനിയും ഇതിൽ കൂടുതൽ എന്താണ് ലഭിക്കുവാനുള്ള? ഒരു ജന്മത്ത് ഭഗവാന്റെ കഥകൾ കേൾക്കുവാൻ ഉള്ള മഹാഭാഗ്യം കിട്ടിയാൽ അതിൽ കൂടുതൽ ഇനി എന്താണ് ഈ ജന്മത്ത് വേണ്ടത്? പോരും, നിങ്ങളുടെ എല്ലാ പാപങ്ങളും എല്ലാ കർമ്മപ്രാരബ്ധങ്ങളും അവസാനിച്ചിരിക്കുന്നു, വന്നോളൂ വൈകുണ്ഠത്തിലേക്ക് എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് നേരിട്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അയോധ്യാവാസിന പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗി ദുർലഭം. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ അയോധ്യാവാസിന, ഇവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്ത സംഗതാ, ഇവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. യോഗി ദുർലഭം, ലാ കൂട്ടക്ഷരം, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 86-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാമെന്ന് കരുതുന്നു. ഈ 2-3 ശ്ലോകങ്ങൾ നമുക്ക് പകർന്നു തരുന്ന പാഠങ്ങൾ ഏറെയാണ്. അഥവാ ഭഗവാന്റെ കഥകളുടെ ആ ഒരു മഹത്വം, അത് കേൾക്കുവാൻ കിട്ടുന്ന ഒരു അവസരം എത്ര അമൂല്യമാണ് എന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു ഈ കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലൂടെ വ്യാസഭഗവാൻ നമുക്ക്. ഇനി 86-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.